കൊന്നിച്ചോ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ക്ലോന്റെ ചാപ്റ്റർ 325 326 ആണ്. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞ 4 പേരുടെ പേരുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാക്സിമം ബ്ലാക്ക് ക്ലോന്റെ ആൻമി കണ്ടിട്ട് അടുത്തൊരു സീസണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ഈ പ്ലേലിസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തേക്ക്. കാരണം ആനിമി എന്തായാലും അടുത്തൊരുന്നും വരാൻ പോകുന്നില്ല. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ യാമി നാച്ചും കൂടെ ചിരിച്ചുകൊണ്ട് നേരെ ആ ബാറ്റിൽ ഫീൽഡിലേക്ക് ഇറങ്ങുവാണ്. യാമി കിടന്ന് കാറുന്നുണ്ട് ബാട പിള്ളേരെ ഇവനെ നമുക്ക് തീർക്കാമെന്നും പറഞ്ഞുകൊണ്ട്. നാച്ചിന്റെ പ്ലേ ഗ്രൗണ്ടിലായതുകൊണ്ട് തന്നെ അവിടെ കുറെ അധികം കോപ്പീസ് ഉണ്ട്. ഈ കോപ്പീസ് എല്ലാം കൂടെ നമ്മുടെ ലൂസിഫറിനെ അറ്റാക്ക് ചെയ്യാൻ പോവുകയും ചെയ്യും. എന്നാൽ ലൂസിഫർ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഭാഗം ഫുള്ള് നശിപ്പിച്ച് കളയുവാണ്. നമ്മുടെ നാച്ച് അപ്പോൾ പറയുന്നുണ്ട്, എന്റെ സ്പെല്ല് എത്ര പെട്ടെന്ന് നശിച്ചതെന്ന് നോക്കിയേ. സോ ഇതാണല്ലേ കിങ് ഓഫ് ദി ഡെവിൾസിന്റെ ട്രൂ പവർ. ലൂസിഫർ വീണ്ടും കുറച്ചൊക്കെ സ്ഥലം നശിപ്പിച്ചുകൊണ്ട് മുമ്പിലേക്ക് വരുവാണ്. അപ്പൊ തന്നെ നമ്മുടെ യാമി കടന്ന് കാണുന്നുണ്ട്, എടാ അതാണ് കിങ് ഓഫ് ദി ഡെവിൾസ്, അതുകൊണ്ട് അവൻ നമ്മളെ പിടിക്കുന്നതിന് മുമ്പ് അവനെ നമുക്ക് പിടിച്ചു കെട്ടണം. നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഡെവിൽ യൂണിയൻ ആണ്. അതായിട്ട് 2 നിമിഷമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ തന്നെ അത് ചെയ്യാം. ലിബി ഏകദേശം റെഡിയായി തന്നെ നിൽക്കുകയാണ്. പുള്ളിക്കാരൻ എങ്ങനെയെങ്കിലും ലിച്ചിനെ അപ്പൻ ചെയ്താൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ ആസ്റ്റ പുള്ളിക്കാരന്റെ ഡെവിൽ യൂണിയൻ വീണ്ടും യൂസ് ചെയ്യും. അവന്റെ ആന്റി മാജിക് എന്റെ മാജിക്കോട് ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പ്ലേ ഗ്രൗണ്ടിൽ നിൽക്കാൻ നേരത്ത് എനിക്ക് അവനെ ബാക്കപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല. ഈ സമയത്ത് തന്നെ ആസ്റ്റ ലൂസിഫറുടെ നേരെ ചെല്ലുന്നുണ്ട്. ആസ്റ്റ ഒരു ഹ്യൂജ് ആളുടെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുന്ന് ലൂസിഫർ മാഞ്ഞു പോയിട്ട് ആസ്റ്റയുടെ തൊട്ട് സൈഡിൽ വന്ന് നിൽക്കും. ഈ കൂട്ടത്തിലെ ഏറ്റവും അപകടകാരി ആരെന്നറിയാവോ? അത് നീയാണ്. പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഈ കൂട്ടത്തിലെ ഏറ്റവും ഈസി ആയിട്ട് കൊല്ലാൻ സാധിക്കുന്ന ഒരാളും നീ തന്നെയാണെന്ന് ലൂസിഫർ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആസ്റ്റനെ ഇടിക്കാൻ പോകുവാണ്. എന്നാൽ യാമി അവിടേക്ക് വന്നിട്ട് അത് തടയുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, നേരത്തെ വെച്ച് നോക്കാൻ നേരത്ത് അവൻ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുണ്ട്, എനിക്ക് അവനെ മുറിക്കാൻ സാധിക്കുന്നില്ല. ലൂസിഫർ യാമിയുടെ കൈ പിടിച്ച് ഓടിക്കാൻ വേണ്ടി നോക്കാൻ നേരത്ത് പെട്ടെന്ന് നമ്മുടെ യൂണോ യാമിനെ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റുന്നുണ്ട്. യാമിക്കും ആസ്റ്റയ്ക്ക് മാത്രമേ ലൂസിഫറിനെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ യാമിക്ക് ഒരു കൈ കൊണ്ട് എത്ര നേരം ഫൈറ്റ് ചെയ്യാൻ സാധിക്കും. ഇതേ സമയം നമ്മുടെ യൂണോയുടെ മനസ്സിലും ഏകദേശം ഇതേപോലത്തെ ചിന്തകളാണ് കടന്നു പോകുന്നത്. പുള്ളിക്കാരന്റെ സ്റ്റാർ മാജിക് യൂസ് ചെയ്ത് ആസ്റ്റനെ ബാക്കപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല. അത് മാത്രമല്ലാതെ ആസ്റ്റയുടെ വൂഡ്സ് ഒന്നും ഫുള്ളി ഹീലിംഗ് ചെയ്തിട്ടില്ല. അവിടെ ഒരു കൺഫ്യൂഷനിലാണ് അവർ രണ്ടുപേരും നിൽക്കുന്നത്. യാമിനെയാണ് ആസ്റ്റനാണ്, ആരെ വേണം അവർ ബാക്കപ്പ് ചെയ്യാൻ, അങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ് അവർ രണ്ടുപേരും നിൽക്കുന്നത്. പെട്ടെന്ന് ലൂസിഫർ പുള്ളിക്കാരൻ്റെ ഒരു പവർ യൂസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്യുന്നത് തന്നെ നമ്മുടെ നാച്ചിന്റെ വലത്തെ കൈ മുഴുവൻ എന്താണ്ടൊക്കെ പോലെ ആകും. പെട്ടെന്ന് നമ്മുടെ ആസ്റ്റ അവിടേക്ക് ഒന്ന് പുള്ളിക്കാരന്റെ ആന്റി മാജിക് കൊണ്ട് അത് നശിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ആ സമയം മുതലെടുത്ത് ലൂസിഫർ ആസ്റ്റനെ ചവിട്ടുന്നുണ്ട്. അതേസമയം തന്നെ പെട്ടെന്ന് പുള്ളിക്കാരന്റെ പുറകെ ഒരു സ്റ്റാർ പ്രത്യക്ഷപ്പെട്ടിട്ട് നമ്മുടെ യൂണോടെ ആക്സും അവിടേക്ക് വരും. പക്ഷെ എന്താ പറയാ, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ലൂസിഫർ അവിടെ ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ യൂണോടെ ഫുൾ പവർ അങ്ങനെ നശിച്ചു പോയിരിക്കുവാണ്. പുള്ളിക്കാരന്റെ ഫുൾ ആർമറും വെപ്പണും എല്ലാം പൊടിഞ്ഞു പോകുവാണ്. തൽക്കാലം ക്യാപ്റ്റൻ വാങ്കൻസിന്റെ സോറുള്ള ആളെ ഞാൻ ബാക്കപ്പ് ചെയ്യാൻ തീരുമാനിച്ചെന്ന് യൂണോ മനസ്സിൽ പറയുകയും ചെയ്യും. റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഏതെങ്കിലും സൈഡിൽ നിന്ന് അവർ ആരെങ്കിലും പോരും. പക്ഷെ അവർ ഇവിടെ നിന്നിട്ടും കാര്യമില്ല, ഞാൻ അവരെ എല്ലാവരെയും കൊന്നിരിക്കുമെന്ന് ലൂസിഫർ പറയുന്നുണ്ട്. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് നമ്മുടെ യൂണോ നേരെ താഴത്തേക്ക് വീഴുവാണ്. പുള്ളിക്കാരന്റെ പുറകിലും ഒരു സ്റ്റാർ ഉണ്ട്. ആ സ്റ്റാറിന്റെ വെളിച്ചം കാരണം നമ്മുടെ ലൂസിഫറുടെ തൊട്ട് പുറകെ ഒരു ഷാഡോയും വരും. എന്നിട്ട് അവിടേക്ക് നമ്മുടെ നാച്ചും യാമിയും ഒരേപോലെ വന്ന് ഒരു കോംബോ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഇത് കാണുന്നിടത്ത് മറ്റേ ഡെവിൽ വരെ ഞെട്ടിപ്പോകും. എന്നാൽ പിന്നെ കാണിക്കുന്നത് നാച്ചിനെയും യാമിനെയും പുള്ളിക്കാരനെ കൈ കൊണ്ട് കുത്തി നിർത്തിയിരിക്കുന്നതാണ്. സംഭവം എന്താന്ന് വെച്ചാൽ പുള്ളിക്കാരന്റെ പുറകിലുണ്ടായിരുന്ന 2 ചിറകുകൾ കൈകളായിട്ട് മാറിയാണ് ഇവരെ അറ്റാക്ക് ചെയ്തത്. ആസ്റ്റ് സത്യം പറഞ്ഞാൽ ഇത് കണ്ട് അനങ്ങാതെ നിന്നുപോയി. അപ്പൊ തന്നെ നമ്മുടെ ലൂസിഫർ പറയുന്നുണ്ട്, ഇതെല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആസ്റ്റനെ ഇടിക്കാൻ വേണ്ടി പോകുവാണ്. ഈ ഒരു സമയത്ത് ലിബിയും ആസ്റ്റയും രണ്ടുപേരും മരണം മുന്നിൽ കണ്ട് നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ തന്നെ ലിബിയുടെ എല്ലാ മെമ്മറീസും ആസ്റ്റയ്ക്കും കൂടെ കിട്ടും. ആസ്റ്റയ്ക്ക് മിണ്ടാനൊന്നും പറ്റുന്നില്ല. പുള്ളിക്കാരനും ആ പാട് ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. എന്നിട്ട് നമ്മുടെ ലിബി പറയുന്ന പോലെയാണ് കാണിക്കുന്നത്, ഇത് എന്തുവാണ്, ഇങ്ങനെയാണോ എല്ലാം അവസാനിക്കാൻ പോകുന്നത്? ലിച്ചിയം മരിച്ചിരിക്കുന്നു, എത്ര നാൾ ഞാൻ ഗ്രിമോറിന്റെ അകത്ത് കിടന്നു, എല്ലാ ഡെവിൾസിനും പ്രാഗി അവസാനം എനിക്ക് ആന്റി മാജിക്കും കിട്ടി. പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിച്ചു? എൻഡ് ഓഫ് ദി ഡേ എനിക്ക് ലൂസിഫറിനെ ഡിഫീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. എനിക്ക് അവന്മാരോട് എല്ലാവരോടും വെറുപ്പാണ്. എനിക്ക് ഒരിക്കലും എന്നോട് പൊറുക്കാൻ സാധിക്കത്തില്ല, ലൂസിഫറോട് പൊറുക്കാൻ സാധിക്കത്തില്ല. ഞാൻ പാതാളത്തിൽ നിന്ന് പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ ലിച്ചിയ മരിക്കത്തില്ലായിരുന്നു, ഞാൻ അവളെ കാണത്തില്ലായിരുന്നു, അവൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകത്തില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലിബി കിടന്ന് പൊട്ടി കരയുവാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആശ ലിബിനെ വിളിക്കുന്നുണ്ട്. ലിബി, എനിക്കറിയാൻ മേലായിരുന്നു നിന്റെ ഉള്ളിൽ ഇത്രയധികം വേദന ഉണ്ടെന്ന്. പക്ഷെ നമ്മുടെ ലിബി ഒന്നും മിണ്ടത്തില്ല. ആസ്റ്റയും കുറച്ചു നേരം മിണ്ടാതെ ഇരിക്കും. എനിക്കറിയാമല്ലോ, ലോകത്തിൽ ഞാൻ മാത്രമേ മാജിക് ഒന്നും യൂസ് ചെയ്യാൻ പറ്റാതെയുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ അതെനിക്ക് വളരെ പാടായിരുന്നു. പക്ഷെ ആ ഒരു റീസണാണ് നമ്മൾ രണ്ടുപേരെ ഒന്നിപ്പിച്ചത്. നിന്റെ സങ്കടവും ദേഷ്യവും വേദനയും എല്ലാം എന്റെ സ്ട്രെങ്ത് ആയിട്ടാണ് മാറിയത്. താങ്ക്സ് ലിബി. ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ നീയായിട്ട് കണ്ടുമുട്ടിയത് തന്നെയാണ് ഈ ലോകത്തിൽ വെച്ച് എനിക്ക് നടന്നിട്ടുള്ള ഏറ്റവും നല്ല കാര്യം. നിനക്കറിയാമല്ലോ, എനിക്കിനി സ്വന്തം എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല. എന്റെ ഇവിടെ ഫൈറ്റ് ചെയ്യാനും ആരുമില്ല. പക്ഷെ നീ ഉണ്ടെങ്കിൽ എനിക്കത് സാധിക്കും. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒറ്റക്കല്ല, നമുക്ക് രണ്ടുപേർക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ലിബിനെ പൊക്കിയെടുത്തുകൊണ്ട് ആസ്റ്റർ നടക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. പിന്നെ പെട്ടെന്ന് ഫുൾ വൈറ്റ് ആകും. ലൂസിഫറുടെ അറ്റാക്ക് ആസ്റ്റർ സക്സസ്ഫുള്ളി തന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ലൂസിഫറയ്ക്കും അവിടെ എന്താണ് സംഭവിക്കണമെന്ന് മനസ്സിലായിട്ടില്ല. നീ ചിലപ്പോൾ ഡെവിൾസിന്റെ രാജാവായിരിക്കണം, പക്ഷെ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് എൻ്റെ പാർട്ട്ണറിൻ്റെ അമ്മേനെ നീ കൊന്നെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ എന്താ പറയുക, ഒരു ഡെവിൽ യൂണിയൻ്റെ മറ്റൊരു ഫോമിലേക്ക് വന്നുകൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെയോട് അവസാനിക്കുന്നത്. നാളെ തന്നെ അടുത്ത വീഡിയോയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ വരുന്നുണ്ട്. അത് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പം നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചോ. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്.